സെക്കൻഡ് ഹാൻഡ് വണ്ടികളുടെ പുത്തൻ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉള്ളത് തിരുനാവായ ഹൈലൈൻ യൂസർ കാർ ഷോറൂമിലാണ്, മലപ്പുറം ഡിസ്ട്രിക്റ്റാണ്. വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുന്നത് 4 അടിച്ചാപ്പൊളി ഇന്നോവ കാറാണ് വിൽപ്പന വെച്ചിട്ടുള്ളത്. ഇതിൽ 3 മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന വണ്ടിയാണ്, ഒരെണ്ണം ഒറിജിനൽ കേരള വണ്ടിയാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഓരോ വണ്ടിയായിട്ട് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് ഒരു സിൽക്കി ഗോൾഡ് കളർ ഇന്നോവ നോക്കാം. ഇത് MH മഹാരാഷ്ട്ര വണ്ടിയാണ്. നിലവിൽ KL 55 തിരൂരിലേക്ക് മാറിയിട്ടുണ്ട്. നല്ല അടിപൊളി ഫാൻസി നമ്പറാണ് വരുന്നത്. 6644 പിന്നെ ഒരു കാര്യം, ഞാൻ ഇവിടെ കാണിക്കുന്ന ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാനോ അതിൻ്റെ ഡീറ്റെയിൽ അറിയാനോ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെയുള്ള കോൺടാക്ട് നമ്പറിൽ വിളിച്ചാൽ മതി. അതിൽ വിളിച്ചാൽ വണ്ടിയുടെ ഡീറ്റെയിൽസും കറക്റ്റ് ലൊക്കേഷനൊക്കെ അവർ പറഞ്ഞു തരും. ഓക്കെ, ഇവിടെ നിങ്ങൾ കാണുന്ന വണ്ടി 2015 മോഡലാണ്. ഓപ്ഷൻ വരുന്നത് V ആണ്. മേജർ ആക്സിഡൻറ്റോ വേറെ അപാധകളോ ഒന്നും തന്നെ ഇല്ലാത്ത നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി വണ്ടി തന്നെയാണിത്. ഏകദേശം മീറ്ററിൽ കാണിക്കുന്നത് 1,60,000 കിലോമീറ്റർ വരെ ഈ വണ്ടി ഓടിയിട്ടുണ്ട്. ജെനുവിൻ ആണെന്ന് പറയാൻ പറ്റൂല, കാരണം പുറത്തു നിന്ന് വരുന്ന വണ്ടികളാണ്. നിലവിൽ 2ാമത്തെ ഓണറിലാണ് നിൽക്കുന്നത്. പിന്നെ ഇതിന്റെ ബാക്ക് ഗ്ലാസ് ആണ് റീപ്ലേസ് ഉള്ളത്. സാധാരണ പുറത്തുനിന്ന് വരുന്ന വണ്ടികളിലൊക്കെ മെയിൻ ഗ്ലാസ് ആണ് റീപ്ലേസ് ഒക്കെ ഉണ്ടാവല്. പിന്നെ ഈ വണ്ടിയുടെ ബാക്ക് ഗ്ലാസ് ആണ് റീപ്ലേസ് ഉള്ളത്. വണ്ടി ഇന്റീരിയറും എക്സ്റ്റീരിയറും നോക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ സെൻട്രൽ AC, എയർ ബാഗ്, കമ്പനി ടച്ച് സ്ക്രീനാണ് വരുന്നത്. പിന്നെ ആലോചിച്ച് ടയറുകളൊക്കെ അത്യാവശ്യം ഒരു 80% ഗ്രിപ്പുള്ള ടയർ തന്നെയാണ്. ഇതിന് മാക്സിമം ഒരു 8 ലക്ഷം രൂപ വരെ ഫിനാൻസ് കിട്ടും. നല്ല സിവിൽ സ്കോർ, നല്ല ട്രാക്കൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു 9ന്റെ അടുത്ത് മാക്സിമം ഫിനാൻസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇതിന് ആസ്കിംഗ് പ്രൈസ് 975 വില നെഗോഷ്യബിൾ ആണ്. ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരും. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നോക്കിക്കാളി. വണ്ടി നല്ലൊരു അടിപൊളി വണ്ടി തന്നെയാണ്. ഇത് നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, അപാധകൾ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് 2ാമത്തെ വണ്ടി നോക്കാം. 2ാമത്തെ വണ്ടി ഗ്രേ കളറിൽ വരുന്ന ഒറിജിനൽ കേരള അടിച്ചാപ്പൊളി വണ്ടിയാണ്. ഇതും ഓപ്ഷൻ V ആണ്. 2014 മോഡൽ. 2014 മോഡൽ V ഓപ്ഷനാണ് വരുന്നത്. ഇത് ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡ് എഫക്റ്റോ വേറെ അപാധകളോ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത പക്ക നീറ്റാണ് വണ്ടി. വിശ്വസിച്ചെടുക്കാൻ പറ്റിയ വണ്ടി തന്നെയാണ് ഇത്. ഒറിജിനൽ കേരള ആണ്. പിന്നെ ഏകദേശം 2 ലക്ഷം കിലോമീറ്റർ വരെ ഈ വണ്ടി ഓടിയിട്ടുണ്ട്. കറക്റ്റ് കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടിയാണ്. നിലവിൽ സെക്കൻഡ് ഓണറിലാണ് വണ്ടി നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇന്റീരിയറും എക്സ്റ്റീരിയറും നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ കമ്പനി ടച്ച് സ്ക്രീന്, സെൻട്രൽ AC, എയർ ബാഗ്, ആലോയ്സ്, ടയറുകളൊക്കെ ഒരു 60-75% 4 ഭാഗത്തും ഗ്രിപ്പുള്ളത് തന്നെയാണ്. പിന്നെ KL 10 മലപ്പുറമാണ് രജിസ്ട്രേഷൻ വണ്ടി ഉള്ളത്. വണ്ടി കാണാൻ തന്നെ നല്ല ലുക്കുള്ള വണ്ടിയാണ്. സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇതിന് ആസ്കിംഗ് പ്രൈസ് 11.5 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. 11.50 ചോദിക്കുന്നത്. വില കുറച്ച് വരും, ഫിക്സ് റേറ്റ് അല്ല, നെഗോഷ്യബിൾ പ്രൈസ് ആണ്. അപ്പോൾ ആർക്കെങ്കിലും എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നോക്കിക്കാളി. അപ്പോൾ നമുക്ക് 3ാമത്തെ വണ്ടിയിലോട്ട് പോകാം. ഈ വണ്ടി നോക്കുകയാണെങ്കിൽ MH വണ്ടിയാണ്. നമ്പർ മാറിയിട്ടൊന്നുമില്ല, നിലവിൽ MHൽ തന്നെയാണുള്ളത്. നമ്പർ മാറ്റി തരും. ആർക്കെങ്കിലും എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്പർ മാറ്റി തരും. നല്ല ഗ്രേ കളർ വണ്ടിയാണ്. ഇത് 2015 മോഡൽ 16 റേസിനായിട്ടുള്ള വണ്ടിയാണ്. ഓപ്ഷൻ G4 ആണ്. വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ. ഇത് ആക്സിഡന്റോ റീപ്ലേസോ വേറെ ഇതിന്റെ മെയിൻ ക്ലാസ് പോലും റീപ്ലേസ് ഇല്ല എന്ന് പറയുന്നത്. വണ്ടി അത്രയ്ക്കും നീറ്റാണ്, പക്കാണ്. ഏകദേശം മീറ്ററിൽ കാണിക്കുന്നത് 1.5 ലക്ഷം കിലോമീറ്റർ എന്തോ ഓടിക്കുന്നത്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിൽ ആണ് ഈ വണ്ടി ഉള്ളത്. സിംഗിൾ ഓണർഷിപ്പിൽ തന്നെയാണ് വണ്ടി നിൽക്കുന്നത്. ഇനിയിപ്പോ ആരെങ്കിലും ഇവിടെ എടുക്കുകയാണെങ്കിൽ 2ാമത്തെ ഓണർ ആവും. പിന്നെ ഇന്റീരിയറും എക്സ്റ്റീരിയറും നോക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പുറത്ത് നോക്കുകയാണെങ്കിൽ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല, നല്ല നീറ്റിൽ തന്നെയാണുള്ളത്. ഉള്ളു നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഏകദേശം ഒരു 80% ടയറുകളൊക്കെ ഇതിൽ ഗ്രിപ്പുള്ളതാണ്. ഇതിന് ആസ്കിംഗ് പ്രൈസ് 975 ഇവർ ചോദിക്കുന്നത്. ഇത് ചോദ്യം മാത്രമാണ്, വില കുറച്ച് തരും, ഫിക്സ് റേറ്റ് ഒന്നുമല്ല, നെഗോഷ്യബിൾ പ്രൈസ് ആണ്. മാക്സിമം ഒരു നല്ല സിവിൽ സ്കോർ, നല്ല ട്രാക്കൊക്കെ ഉള്ളവരാണെങ്കിൽ മാക്സിമം ഫിനാൻസും കയറും. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിക്കാളി. വണ്ടി കുഴപ്പമൊന്നുമില്ല, നല്ല നീറ്റാണ്. അങ്ങനെ വീണ്ടും ഒരു സിൽക്കി ഗോൾഡൻ കളർ വണ്ടി നോക്കാം നമുക്ക്. സിൽക്കി ഗോൾഡൻ കളർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ്. കാണാൻ ഇന്നോവയിൽ കാണാൻ തന്നെ നല്ലൊരു ലുക്കാണ് സിൽക്കി ഗോൾഡൻ കളർ.
ഇത് MH വണ്ടി തന്നെയാണ്. നിലവിൽ നമ്പർ മാറിയിട്ടുണ്ട്. KL55 തിരൂറിലേക്കാണ് മാറിയിട്ടുള്ളത്. 2016 മോഡലാണ് ഇത്. ഓപ്ഷൻ വരുന്നത് G4 ആണ്. ഇത് മേജർ ആക്സിഡന്റോ വേറെ അപാധകളോ ഒന്നും ഇല്ലാത്ത വണ്ടി തന്നെയാണ്. നല്ലൊരു നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ തന്നെയാണ് ഈ വണ്ടി ഉള്ളത്. ഇതിന്റെയും മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. ഇതൊരു 7 സീറ്റർ വണ്ടി തന്നെയാണ്. ഇവിടെ കാണിച്ച 4 വണ്ടികളും 7 സീറ്റർ ആണ്, 8 സീറ്റ് അല്ല, 7 സീറ്റർ വണ്ടിയാണ് 4 വണ്ടിയും. അപ്പൊ ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ഇന്റീരിയറും എക്സ്റ്റീരിയറും നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി തന്നെയാണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇവിടെ കാണിച്ചതിൽ ഏറ്റവും നല്ല ഭംഗിയുള്ള, കാണാൻ തന്നെ നല്ല ലുക്കുള്ള വണ്ടി ഇത് തന്നെയാണ്. 2016 മോഡൽ G4. ഈ വണ്ടി ഏകദേശം മീറ്റർ കാണിക്കുന്നത് 1,80,000 കിലോമീറ്റർ വരെ ഈ വണ്ടി ഓടിയിട്ടുണ്ട്. നിലവിൽ ഓണർഷിപ്പ് വരുന്നത് 2 ആണ്. ഇതിന് ആസ്കിംഗ് പ്രൈസ് 9.75 ആണ് ഇതിന് ചോദിക്കുന്നത്. വില കുറച്ച് തരും, ഫിക്സ് റേറ്റ് അല്ല, നെഗോഷ്യബിൾ പ്രൈസ് ആണ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്നോളി, നോക്കിക്കോളി. അപ്പോൾ ഇവിടെ കാണിച്ച ഏതെങ്കിലും വണ്ടി നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വീഡിയോയുടെ താഴെയുള്ള കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അതിൽ വണ്ടിയുടെ ഡീറ്റെയിൽസ് കറക്റ്റ് ലൊക്കേഷനൊക്കെ പറഞ്ഞു തരും.